ഇങ്ങോട്ട് വാടാ മീനെ, വായിക്കോട്ടെ. മുത്തശ്ശി, മുത്തശ്ശി. കൊള്ളാലോ, മീനൊക്കെ വാങ്ങിച്ചോ ശരത്തുവൻ? ഇതുവരെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ വീട്ടുകാര്യങ്ങളൊക്കെ ഞാൻ അങ്ങ് നോക്കാം. മീൻ എവിടുന്ന് വാങ്ങിച്ച്? വിഴിഞ്ഞ വഴി ഒന്ന് പാളി. പച്ചക്ക് പച്ച സാധനമാണ്. കോടമ്പുളി ഇട്ട് വെക്കാം. എടി പാർവതിയേ, പാർവതി, പാർവതി വരുന്നു. കണ്ടോ, ശരത്തുമോ മീനും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നു. അങ്ങോട്ട് വാങ്ങിക്കടി. എന്തിനു ശരത്തെ ഇതൊക്കെ? അച്ഛൻ വാങ്ങിക്കുമായിരുന്നല്ലോ. അച്ഛനും വാങ്ങാം, ഈ മകനും വാങ്ങാം. അമ്മ ഏതങ്ങോട്ട് പീടി. എടി വാങ്ങിക്കേ എന്റെ മോനിങ്ങിതാ. വിഷരഹിത പച്ചക്കറി, അതാണ് എന്റെ ലക്ഷ്യം. മനസ്സിലായോ? മാലിന്യമുക്തമായ കുടുംബം, അതാണ് എന്റെ ലക്ഷ്യം. എന്ന് വെച്ചാല് ചപ്പ് ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കും. മനസ്സിലായോ സാറേ? ഒന്ന് പോടാ. എത്ര വഴുതി നടന്നാലും ഏത് മീനും ശരത്തിന്റെ ചൂണ്ടേ കുടുങ്ങും. ശ്രമിച്ചു നോക്ക്. ചൂണ്ട നൂലിൽ കഴുത്ത് കുരുങ്ങി ചത്തവരും ഉണ്ടടാ. മുങ്ങിപ്പോയ മൂന്നാം പക്കം. എന്നതാ ശരത്തുമോനെ? ഒന്നുമില്ല മുത്തശ്ശി, മീനിന്റെ വില ചോദിച്ചാ. അമ്മോ വാ, ഇന്ന് മുത്തശ്ശിക്ക് വിശപ്പ് ഇത്തിരി കൂടുതലാ. ശരത്തുമോൻ കൊണ്ടുവന്ന മീനും കൂട്ടി വിശാലമായിട്ട് എനിക്ക് നുണ്ണണം. മോൻ ഇങ്ങോട്ട് വന്നേ, വാ. ചേച്ചി ഇരിക്ക്. വേണ്ട മോളെ, ഞാൻ പിന്നെ കഴിച്ചോളാം. നിനക്കെന്താ പകർച്ചവ്യാധി ഉണ്ടോ? അല്ല, ഞങ്ങളുടെ കൂടെ ഇരിക്കാത്തോണ്ട് ചോദിച്ചതാ. ഇരിക്ക് ചേച്ചി. വ്യാധിയൊന്നും ഇല്ലാത്തോണ്ടിരുന്നേക്കാം. ഓ മുഴുത്ത കഷ്ണം നോക്കി എടുക്ക്. മുടക്കുമുതലൊന്നും ഇല്ലല്ലോ. അമ്മേ, എന്താടി, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. മീൻ കൂട്ടി ചോറുണ്ണട്ടെ മുത്തശ്ശി. ഉണ്ടോട്ടെ. ചേച്ചി, ചേച്ചി കഴിക്കാതെ പോവാണോ? വേണ്ട മോളെ. കൊതിക്കറിവ്. ആർക്കമ്മേ കൊതിക്കറിവ്? അയ്യോ, നിന്റെ മൂത്ത മരുമോക്ക്. അയ്യോ അല്ല, നിന്റെ മൂത്ത മോൾക്ക്. എന്താ മോളെ? ഒന്നുമില്ല. മോള് കരഞ്ഞോ? ഓ, അവള് പിന്നെ കണ്ണീർ തുള്ളി അല്ലയോ. എന്താ മോളെ പ്രശ്നം? ദേവിക ചേച്ചി മീൻ കഷ്ണം എടുത്തപ്പോ തമാശക്ക് മുത്തശ്ശി ഒന്ന് കളിയാക്കി. എന്ത് പറഞ്ഞിട്ടാ? ഓ എന്റെ മനോഹര, അവളോട് ഏറ്റവും മുഴുത്ത കഷ്ണം നോക്കി എടുക്കാൻ പറഞ്ഞതാ. അത്രേ ഉള്ളൂ. നല്ല മീനാടാ. ശരത്തുമോൻ വിഴിഞ്ഞത്തൂന്ന് കൊണ്ടുവന്നതാ. ആഹാ, ശരത്തുമോൻ കടലിലും വീശി തുടങ്ങിയോ? ഇപ്പൊ അമ്മയുടെ ഫലിത ബിന്ദുവിന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി. ശരത്തുമോന്റെ മീൻ, അമ്മയുടെ ഡെക്കറേഷൻ. ദേവിക മോക്ക് വേണ്ടാത്ത മീൻ എനിക്കും വേണ്ട. ഇന്ന് പണ്ടത്തെ പോലെ പച്ചമുളക് ഞരടി കഴിച്ചോളാം. ഞാനും ദേവിക മോളും ഇന്നൊരൊറ്റ പാത്രത്തിൽ നിന്ന്. വാ മോളെ. മനോഹരേട്ടൻ ആരെയാ തോൽപ്പിക്കുന്നേ? നിന്റെ തന്തേ. ഉത്സവപ്പറമ്പിൽ വെച്ച് ആന ചവിട്ടിക്കൊന്ന പാട്ടത്തി പപ്പനാവനെ.
ഈ മീൻകറി എടുത്ത് നിന്റെ തലേ കൂടെ ഒഴിക്കുന്ന കാണണോ നിനക്ക്? ഊണുമേശപ്പുറത്ത് വേർതിരിവ് കാണിക്കുന്നു. അച്ഛാ ആ യുവദാസൻ ടീമും അന്ത്യത്താഴം കഴിക്ക്. ഞങ്ങൾ അപ്പുറത്തുണ്ടാവും. വാ മോളെ. അച്ഛാ 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 എനിക്ക് ചോറ് വേണ്ട അച്ഛാ. തൊണ്ട വല്ലാണ്ട് അടഞ്ഞതുപോലെ. എനിക്ക് വേണ്ട മോളെ. ഇത്രയെങ്കിലും ഒക്കെ അവരെ കാണിക്കണ്ടേ? ഒരു മറുപടി അത്രേ ഉള്ളൂ. അതിനും എനിക്ക് സങ്കടമൊന്നുമില്ല അച്ഛാ. അത് മോടെ കണ്ണുകൾ കാണുമ്പോൾ അച്ഛന് മനസ്സിലാവും. കണ്ണുകളിൽ ഒരു കടൽ ഇരുമ്പുമ്പോഴും ചിരിക്കാൻ നല്ല കഴിവല്ലേ എൻ്റെ മോക്ക്. സത്യത്തിൽ മോളെ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ കൊണ്ട് നിർത്തേണ്ടതാ. നിത്യമോളിങ്ങനെ കിടക്കുമ്പോ ഞാൻ എങ്ങും പോവില്ല അച്ഛാ. നിത്യമോള് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കും. നിത്യമോളുടെ കണ്ണുകളുടെ ചലനം കാണുമ്പോ എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് ദൈവം മോളെ ഇവിടെ എത്തിച്ചത്. ആ എന്നാ അമ്മേ, ഉണ്ട് നിറഞ്ഞോ? നല്ല മീൻകറിയായിരുന്നു മനോഹര. അയ്യോ, അമ്മ പിന്നെ ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ മീൻകറി കൂട്ടി ചോറുണ്ടെന്ന്. അമ്മ ദേവിക മോളോട് പുതിയ തമാശ വല്ലതും പറയാൻ വന്ന് നിൽക്കുവാണോ? മനോഹരേട്ടനും ദേവികയും വന്ന് ഭക്ഷണം കഴിക്ക്. വെറുതെ ഈ പച്ചച്ചോറും കൊണ്ട് പ്രതിഷേധം കാണിക്കണ്ട. എനിക്ക് വേണ്ടമ്മേ. അന്നത്തെ നിന്ദിക്കരുതെന്ന്. ആ അന്നത്തിന്റെ മുമ്പിൽ ഇരിക്കുന്നവരെ നിന്ദിക്കാം അല്ലേ? അമ്മ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് എപ്പോഴും പറയുന്ന പോലെ എടുത്താ പോരെ. അങ്ങനെ ആർക്കും എപ്പോഴും കയറി കൊട്ടാനുള്ള ചെണ്ടയല്ല ദേവിക മോള്. ശരത്ത് മോനും അവൻ കൊണ്ടുവന്ന ഒരു തിമിങ്കലവും. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വീട്ടിലോ ഒന്നും ശരത്ത് മോൻ നോക്കണ്ട. തൽക്കാലം ഞാനുണ്ട്. ചേടാ, അല്ല ഈ ശരത്തുമോൻ അതിനുള്ള അർഹതയില്ലേ? ആദ്യം പേയിങ് ഗസ്റ്റിനോട് വാടക കൃത്യമായിട്ട് ഇങ്ങ് തരാൻ പറ. എടാ, നിന്റെ ഈ മരുമോളെ ആളെ കൊല്ലാൻ പിച്ചാത്തിയും കൊണ്ട് വന്നതിന് കുഴപ്പമില്ല. ശരത്തുമോൻ ഒരു മീനും കൊണ്ട് വന്നതാ ഇപ്പൊ കുഴപ്പമായത്. ഇതിനുള്ള മറുപടി കഴിഞ്ഞ ഒരു സീനിൽ അമ്മയോട് ഞാൻ പറഞ്ഞതാ. എന്നാലും ഒരു ഡയലോഗും കൂടെ ആഡ് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടി ഞാനതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യാം. എൻ്റെ അമ്മേ, അരി വാങ്ങാനുള്ളതിനേക്കാൾ കൂടുതൽ കാശ് ആയുധം വാങ്ങാൻ ബഡ്ജറ്റിൽ വക കൊള്ളിക്കുന്ന രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ മാത്രമല്ല, എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ. കാരണം പ്രധാനമാണ് പ്രതിരോധം. ശത്രുവിനെ തീർത്താലല്ലേ അമ്മേ അന്തിക്കഞ്ഞിയും കുടിച്ച് അന്തസ്സായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാൻ പറ്റൂ. അപ്പോ ദേവിക മോൾ എന്തുദ്ദേശത്തിൽ കത്തി വാങ്ങിച്ചാലും കുഴപ്പമില്ല. അയ്യോ, എന്നാ പിന്നെ ഈ കരിങ്കാളിക്ക് ഒരു കൊടുവാളും കൂടെ വാങ്ങിച്ചു കൊടുക്കണം. ആലോചനയിലുണ്ട്. ആ അനുനയ സ്വരമായിട്ട് പാർവതി ഇവിടെ വന്ന് ഞരങ്ങണ്ട. എന്നാ കൊണ്ടുപോ. എന്നിട്ട് ശരത്തുവാൻ കൊണ്ടുവന്ന തിമിംഗലത്തിന്റെ തലയും കുറെ ചാറും കൂട്ടി കുഴച്ചുരുട്ടി മുണങ്ങ്. അച്ഛാ പിടിക്കടി.